പോലും മാറിയ മാറ്റം എത്രത്തോളമാണത്? ലോകത്ത് ഇനി അങ്ങനെ ഒരു വിപ്ലവം സംഭവിക്കില്ല, ഉറപ്പ്. ലോകത്ത് അത്തരത്തിലുള്ള ഒരു വിപ്ലവം ഇനി സംഭവിക്കില്ല, അസംഭവ്യമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പുള്ള ഒരു കഥ ഞാൻ പറയാം, നിങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കണം. ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉഖാലച്ചന്തയിലേക്ക് രാവിലെ വെയിൽ പരപരാ വരുന്നതിന് മുമ്പേ ഉഖാലച്ചന്തയിലേക്ക് പോയി. ഉഖാലച്ചന്തയിൽ അപ്പോ ഒരു മനുഷ്യൻ തന്റെ പച്ചക്കറിയും തന്റെ പഴവർഗ്ഗങ്ങളും അതുപോലെ അനാദി സാധനങ്ങളൊക്കെ കച്ചവടം ചെയ്യാൻ ഇങ്ങനെ തരംതിരിച്ചു വെക്കാണ്. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് കടയിലേക്ക് കയറിയിട്ട് ചോദിച്ചു, മോനെ എനിക്കൊരു 5000 ദിർഹം വേണം, അല്ല 500 ദിർഹം വേണം, എനിക്കൊരു 500 ദിർഹം വേണം, ഇപ്പൊ തരണം. ആ കച്ചവടക്കാരൻ പറഞ്ഞു, ഉമറേ ഇന്ന് മുഴുവൻ കച്ചവടം ചെയ്താൽ എനിക്കത് കിട്ടൂല, ഇന്ന് മുഴുവൻ കച്ചവടം ചെയ്താലും ഈ ചോദിക്കണ 500 ദിർഹം എനിക്ക് കിട്ടൂല, അതുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്യും, ഞാൻ തരാ, ഈ ഒന്ന് പോയിട്ട് തിരിച്ചു അപ്പോത്തിന് ഞാൻ ഒപ്പിച്ചു വെക്കാം. എന്താ ചെയ്യാ? സാമാന്യ മനുഷ്യത്തുള്ള ഒരാൾ എന്താ ചെയ്യാ? പോയിട്ട് വരും. അയാൾ തരാന്ന് പറഞ്ഞല്ലോ, തരൂലാന്ന് പറഞ്ഞിട്ടില്ലല്ലോ, തരാന്നാണല്ലോ പറഞ്ഞത്, പോയിട്ട് വരും. പക്ഷേ ഉമർ എന്താ ചെയ്തറിയോ? ആ മനുഷ്യനെ കൊന്നു കളഞ്ഞു. എന്നിട്ട് മരിച്ചാൻ തീർന്നില്ല. എന്നിട്ട് അദ്ദേഹത്തിന്റെ ചെറുവിരല് മുറിച്ചെടുത്തു. ആ ചെറുവിരല് ഒരു മുള്ളു പൊട്ടിച്ച് ആ ചെറുവിരലെ കുത്തി മാലയാക്കി തൂക്കിയിട്ടു കഴുത്തിൽ. ആ ചെറുവിരലിൽ നിന്ന് ഊർന്നു വീഴുന്ന രക്തം തന്റെ നെഞ്ചിലൂടെ ഇങ്ങനെ ഊർന്നിറങ്ങാണ്, തന്റെ രോമകൂപങ്ങളെ നനയിച്ചുകൊണ്ട്. അടുത്ത ആളടുത്ത് പോയി ഉമർ ഇതേ സംഭവം ആവർത്തിച്ചു. ഇതായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഉമർ. തനിക്കൊരു പരിചയവുമില്ലാത്ത മനുഷ്യരെ താൻ ചോദിച്ച കാശ് ചോദിച്ച സമയത്ത് നൽകാത്തതിന് വേണ്ടി ഒരു കാരുണ്യവുമില്ലാതെ കൊന്നു തള്ളിയിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നീടുണ്ടായ മാറ്റം, അദ്ദേഹത്തിന്റെ മനസ്സിനുണ്ടായ മാറ്റം എത്രയാണെന്നറിയോ? ഒരു ദിവസം ത്വൽഹ റളിയല്ലാഹു അൻഹു എപ്പോഴും ഉമർ ഇബ്നുൽ ഖത്താബിനെ ശ്രദ്ധിക്കും. നിസ്കാരം കഴിഞ്ഞാൽ പെട്ടെന്ന് എഴുന്നേറ്റ് പോകുക. ഉമർ രാജ്യം ഭരിക്കുന്ന സമയം നിസ്കാരം കഴിഞ്ഞാൽ ധൃതിയായിട്ട് എഴുന്നേറ്റ് പോകും. അങ്ങനെ ഒരു ദിവസം ത്വൽഹ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു കാണാതെ അദ്ദേഹത്തെ അനുഗമിച്ചു, അദ്ദേഹത്തിന്റെ പിറകെ പോയി. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു വീട്ടിലെത്തി അദ്ദേഹം ആ വീട്ടിൽ കയറി ഒരുപാട് നേരം കഴിഞ്ഞ് തിരിച്ചിറങ്ങി പോന്നു. ത്വൽഹ റളിയല്ലാഹു അൻഹു സംശയം, എന്താപ്പ ഇത്, എന്താണ് ഇങ്ങനെ ഒരു ഏർപ്പാട്, എന്താ അതിന്റെ ഉള്ളിൽ? അദ്ദേഹം ആ വീട്ടിന്റെ ഉള്ളിൽ കയറി നോക്കി. അവിടെ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത് വൃദ്ധയായ ഒരു സ്ത്രീ, കയ്യും കാലം നനക്കാൻ വയ്യ, സംസാരിക്കാൻ മാത്രം കഴിയും, വിസർജനവും മൂത്രമൊഴിക്കലും ഒക്കെ കിടന്ന കിടപ്പിൽ തന്നെയാണ്. ഒന്നും സ്വന്തമായിട്ട് ചെയ്യാൻ സാധ്യമല്ല, വൃത്തിയാക്കാൻ ഒന്നും സ്വന്തം സാധ്യമല്ല. പക്ഷെ ത്വൽഹ റളിയല്ലാഹു അൻഹു ശ്രദ്ധിച്ച ഒരു കാര്യം, വളരെ വൃത്തിയായി കിടക്കുന്നു. എഴുന്നേൽക്കാൻ സാധിക്കാത്ത ഒരു സ്ത്രീയാണെങ്കിലും അവരുടെ വീട്ടിൽ യാതൊരു അഴുക്കുമില്ല, യാതൊരു നാറ്റവുമില്ല, അവര് സുഖമായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. ആ സ്ത്രീ ചോദിച്ചു, എന്താ മോനെ, എന്താ നിനക്ക് വേണ്ടത്? ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മ എനിക്കൊരു കാര്യം അറിയണം. ഈ വീട്ടിലേക്ക് ദിവസവും കടന്നു വരുന്ന 2 വട്ടം ഒരു ദിവസം കടന്നു വരുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ ഏതാണ്? ആരാണ് ആ മനുഷ്യൻ? ആ ഉമ്മ പറഞ്ഞു, വിറക്കുന്ന ചുണ്ടുകളുമായി ആ ഉമ്മ പറഞ്ഞു, മോനെ അതാരാണെന്നറിയില്ല മോനെ, പക്ഷേ ഓൻ വരാൻ തുടങ്ങിയിട്ട് ഒരുപാടായി ഓൻ വരാൻ തുടങ്ങിയിട്ട്. ഓൻ ദിവസവും എന്റെ വീട്ടിൽ വരും. എന്നിട്ട് ഓൻ എന്താ ചെയ്യാന്നറിയോ? എന്റെ വിസർജനവും എന്റെ മൂത്രവും എന്റെ ഛർദിയും സ്വന്തം കരങ്ങൾ കൊണ്ട് അവൻ വൃത്തിയാക്കും. 12 മക്കളുണ്ട് എനിക്ക്. ആരടാ നീ എന്ന് ചോദിച്ചാൽ ഞാനടാ എന്ന് തിരിച്ചു പറയാൻ സമയമായ സമയത്ത് എന്നെ അവർ ഇട്ടേച്ചുകൊണ്ട് പോയി മോനെ. പക്ഷേ ഇവൻ ആരാണെന്ന് എനിക്കറിയില്ല, ഇവൻ ഏതാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ദിവസവും എന്റെ വീട്ടിലേക്ക് കടന്നു വന്നുകൊണ്ട് എന്റെ വിസർജ്യങ്ങളും എന്റെ മാലിന്യങ്ങളും വൃത്തിയാക്കും. അത് മാത്രമല്ല, ഞാൻ എന്റെ മക്കളുടെ യോഗത്തെക്കുറിച്ച് ഓർത്ത് കരയുന്ന സമയത്ത് ഒരു മകനെ പോലെ എന്റെ കണ്ണുനീര് തുടച്ചു തരും. ഞാൻ ഇത്രയും നാളായിട്ട് വിശപ്പെന്താണെന്ന് അറിഞ്ഞിട്ടില്ല, എന്റെ വസ്ത്രം ഇതുവരെ അഴുകിയിട്ടില്ല മോനെ. ആരാണ് അവനെന്നറിയില്ല, പക്ഷേ അവൻ മഹാനാണ്, അവനാണ് മനുഷ്യൻ, അവനാണ് രാജാവാകാൻ
ഏറ്റവും അർഹതയുള്ളവൻ എന്ന് ഈ സ്ത്രീ മറുപടി പറഞ്ഞു. അമീറുൽ മുഅ്മിനീൻ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് ആണെന്ന ദിവസവും നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നുകൊണ്ട് നിങ്ങളുടെ വിസർജ്യം വാരുന്നത് എന്ന് പറഞ്ഞപ്പോ ഒരുപക്ഷെ ആ സ്ത്രീയുടെ രോമങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ടുണ്ടാകും. സഹോദരങ്ങളെ, ഇതാണ് ഇസ്ലാം നൽകിയ മനുഷ്യത്വം. ഇതാണ് ഇസ്ലാം നൽകിയ മനുഷ്യത്വം. വസുദൈവ കുടുംബകം, വസുദൈവ കുടുംബകം എന്ന് ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്ന ഇസ്ലാമിന്റെ അതേ ആദർശം, ഇസ്ലാമിന്റെ അതേപോലെയുള്ള ആദർശം. മാതാ പിതാ ഗുരു ദൈവ, മാതാവിനെയും പിതാവിനെയും നിന്റെ ഗുരുനാഥനെയും ബഹുമാനിക്കണം. അവരുടെ കണ്ണുനീരിന് നീ കാരണക്കാരനായി പോകരുത് എന്ന് പഠിപ്പിച്ച ഇസ്ലാമിന്റെ ആദർശം തന്നെയാണ് ഹൈന്ദവ വേദഗ്രന്ഥങ്ങളും ക്രൈസ്തവ വേദഗ്രന്ഥങ്ങളും എന്നും പഠിപ്പിച്ചിട്ടുള്ളത്. മനുഷ്യത്വത്തിന്റെ ABCD തുടങ്ങുന്നത് അവിടെയാ. മനുഷ്യത്വത്തിന്റെ ABCD തുടങ്ങുന്നത് അവിടെയാ. എവിടെ? മാതാവിനെ പരിചരിക്കുന്നിടത്ത്, പിതാവിനെ പരിചരിക്കുന്നിടത്ത്, ഗുരുനാഥനെ ബഹുമാനിക്കുന്നിടത്ത്. അല്ലെ, സൂറത്തുൽ ഇസ്രായിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞു. എന്താ? വഖദാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ് വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا وبالوالدين إحسانا. നിങ്ങളുടെ മാതാപിതാക്കളോട് നല്ല നിലയിൽ പെരുമാറണേ. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്. ആ മാതാവിന്റെ മുഖത്ത് നോക്കി നീരസത്തിന്റെ പുച്ഛത്തിന്റെ ചെയ്യുന്ന വാക്ക് പോലും നീ പറഞ്ഞു പോകരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. അവരുടെ ഹൃദയത്തിന് സന്തോഷമുണ്ടാക്കുന്ന, അവരുടെ ഹൃദയത്തിന് സമാധാനമുണ്ടാക്കുന്ന, അവരുടെ ഹൃദയത്തിന് ആനന്ദമുണ്ടാക്കുന്ന വാക്ക് മാത്രം നീ പറയണേ. വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ. നീ ഒരു പക്ഷെ റോഡിലൂടെ പോകുന്ന സമയത്ത് നിന്റെ വാഹനത്തിന് അകമ്പടി സേവിക്കാൻ മുന്നിലും പിന്നിലുമായി 10-15 വാഹനമുണ്ടായിരിക്കാം. ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സദസ്സിലേക്ക് നീ ഒന്ന് കടന്നു പോയാൽ നിന്റെ ആഗമനം കൊണ്ട് രോമാഞ്ച പുളകിതരായ ആയിരക്കണക്കിന് അനുയായികൾ നിന്റെ നാമമൊരു വിട്ടുകൊണ്ട് മുഷ്ടി ചുരുട്ടി ആകാശത്തേക്ക് കുത്തിയേക്കാം. പക്ഷേ ആ മാതാവിന്റെ മുന്നിൽ നീ കേവലം ഒരു പൈതല് മാത്രമാ. ആ മാതാവിന്റെ മുന്നിൽ നീ കേവലം ഒരു കുഞ്ഞു മാത്രമാ. വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ. ആ മാതാപിതാക്കളുടെ മുന്നിൽ താഴ്മയുടെ ചിറകുകൾ വിരിച്ചു കൊടുക്കണേ. വഖുർ റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറാ. ആ മാതാക്കളും പിതാക്കളും മരിച്ചു കഴിഞ്ഞാൽ അവര് ഖബറിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന സമയത്ത് ആ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിന്റെ നാവ് ബന്ധനം. അല്ലാഹ്, എപ്രകാരമാണോ എന്റെ മാതാപിതാക്കൾ എന്നെ സംരക്ഷിച്ചത്, എപ്രകാരമാണോ എന്റെ മാതാപിതാക്കൾ എന്നെ നോക്കിയത്, എനിക്കൊന്നും ഉരുവിടാൻ സാധിക്കാത്തൊരു കാലഘട്ടത്തിലോ, എനിക്ക് എന്റെ വേദനകളും നൊമ്പരങ്ങളും പറയാൻ സാധിക്കാത്തൊരു കാലഘട്ടത്തിലോ എപ്രകാരമാണോ റബ്ബേ എന്റെ മാതാവിനെ പരിചരിച്ചത്, അതുപോലെ എന്റെ മാതാവിനെ നീ ഖബറിന്റെ അകത്തളത്തിൽ പരിചരിക്കണേ അല്ലാഹ് എന്ന് പ്രാർത്ഥിക്കലാകണം ഒരു മുസ്ലിമിന്റെ മനുഷ്യത്വത്തിന്റെ ABCD. അവിടെയാണ് മനുഷ്യത്വം തുടങ്ങുന്നത്. ഉമ്മാന്റെ കണ്ണുനീര് കാണുന്നിടത്താണ് മനുഷ്യത്വം തുടങ്ങുന്നത്. ഉമ്മാന്റെ ഹൃദയം മനസ്സിലാക്കുന്നിടത്താണ് മനുഷ്യത്വം തുടങ്ങുന്നത്. ഉപ്പാന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നിടത്താണ് മനുഷ്യത്വം തുടങ്ങുന്നത്. അവിടെയാണ് ഒരാൾ മനുഷ്യനായി മാറാൻ തുടങ്ങുന്നത്. അവിടെയാ ഒരാൾ മനുഷ്യത്വത്തിന്റെ വില തുടങ്ങുന്നത്. സഹോദരങ്ങളെ, നമ്മളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? മാതാവിനെ കുറിച്ച് നമ്മൾ ജീവിതത്തെ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. എന്റെ ചെവിയിലേക്ക് ഒരു പ്രാണി പോയി. ആ പ്രാണി 3 ദിവസം അവിടെ തന്നെ കിടന്നു. 3 ദിവസം ആ പ്രാണി അവിടെ തന്നെ കിടന്നു, വേദനിപ്പിച്ചു, ബുദ്ധിമുട്ടിച്ചു, ഒരുപാട് പ്രയാസം ഉണ്ടാക്കി. ആ പ്രാണി മെല്ലെ പുറത്തേക്ക് വന്നു. ഞാൻ എന്താ ചെയ്യാ? ആ പ്രാണിയെ ഞാൻ എന്താ ചെയ്യാ? നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല, ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ പറയാം. ആ പ്രാണിയുടെ ഓരോ കാലും ഞാൻ പറിച്ചെടുക്കും.
പെട്ടെന്നൊന്നും കൊല്ലില്ല, പെട്ടെന്നൊന്നും കൊല്ലൂല. പിന്നെ ആ പ്രാണിയുടെ ഓരോ കാലും പറിച്ചിടുന്നതിന് വേദനിപ്പിച്ചു കൊല്ലും. ഇതെന്റെ കാര്യമില്ല, നിങ്ങളുടെയൊക്കെ കാര്യമാണ്. ആ പ്രാണി എങ്ങാനും ജീവനോടൊന്ന് പുറത്തു വന്നാൽ അതിനെ എത്തരത്തിലൊക്കെ വേദനിപ്പിക്കാൻ സാധിക്കോ അത്തരത്തിലൊക്കെ വേദനിപ്പിച്ചു കൊല്ലും, അല്ലെ? അതല്ലേ നമ്മുടെ സ്വഭാവം. ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? 10 മാസം ഉമ്മാന്റെ വയറ്റിലേക്ക് കിടന്ന് ഉമ്മാനെ ബുദ്ധിമുട്ടിച്ചില്ലേ? ഉമ്മാനെ പ്രയാസപ്പെടുത്തിയില്ലേ? എന്നിട്ട് കഴിഞ്ഞോ? ആ 10 മാസം കഴിഞ്ഞ് ഭൂമിയിലേക്ക് വരുമ്പോ എത്ര പ്രയാസം! ആ സമയത്ത് ഉമ്മ ആ എന്നൊരു നൊമ്പരത്തിന്റെ ശബ്ദം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ശരിക്കും ശ്രദ്ധിക്കണം. നമ്മൾ ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ മാതാവിന്റെ തൊണ്ടക്കിടയിൽ നിന്നൊരു ശബ്ദം പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്താണെന്നറിയോ? ആ എന്ന വേദനയുടെ ഒരു ശബ്ദം. പൊന്നുമോനെ, നിന്റെ ഒരു പുരുഷായുസ് മുഴുവനും നീ നിന്റെ മാതാവിനെ തോളത്തേറ്റിക്കൊണ്ട് മരുഭൂമിയിലൂടെ നടന്നാൽ തീരില്ല മാതാവിനോടുള്ള കടപ്പാട്. പകരമാകില്ല ആ മാതാവിന്റെ ആ എന്നുള്ള ഒരു ശബ്ദത്തിന്. ആകില്ല, ഇല്ല, സാധ്യമല്ല. ജീവിതകാലം മുഴുവനും നീ പെടാപ്പാടുപെട്ടാൽ, ജീവിതകാലം മുഴുവനും നീ കഷ്ടപ്പെട്ടാൽ ആ മാതാവിന്റെ ആ എന്ന ശബ്ദത്തിന് പകരമാകില്ല. മനസ്സിലായി സഹോദരങ്ങളെ? ആ പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ പറയുന്ന ഒരു കഥയുണ്ട്. ഒരു പൊട്ടക്കഥയാണ്, ഒരു സാങ്കല്പിക കഥയാണ്. പക്ഷേ ആ കഥയ്ക്ക് അഗാധ തത്വങ്ങളിൽ അർത്ഥമുണ്ട്. എന്താണെന്നറിയോ? ഒരു സ്ഥലത്ത് ഒരു ഉമ്മയും മോനുണ്ടായത്രേ. ഉമ്മ മോനെ നല്ല സ്നേഹത്തോടെ വളർത്തി, നല്ല കൊഞ്ചിച്ച് വളർത്തി, ഓമനിച്ച് വളർത്തി. അങ്ങനെ മോന് എന്തിനും പോന്ന ഒരുത്തനായി. നല്ല മസിലൊക്കെ വന്ന്, ചെസ്റ്റൊക്കെ വന്ന്, ഷോൾഡറൊക്കെ വന്ന്, കാലിന്റെ ബൈസെപ്സും ട്രൈസെപ്സും ഒക്കെ വണ്ണം വെച്ച് നല്ല ഒന്നിനു പോന്ന ഒരു കാളക്കൂട്ടിനെ പോലുള്ള ഒരുത്തനായി. ഓനൊരു കല്യാണം കഴിച്ചു കൊടുത്തപ്പോ ഈ പെണ്ണിന്റെ സൗന്ദര്യവും, ഈ പെണ്ണിന്റെ തലയണമന്ത്രവും, ഈ പെണ്ണിന്റെ തലോടലും, ഈ പെണ്ണിന്റെ കൊഞ്ചലും, ഈ പെണ്ണിന്റെ കുഴയിലൊക്കെ കണ്ടപ്പോ ഇവനൊരു സംശയം. എന്റെ ഉമ്മാനെ കാട്ടി എന്നോട് സ്നേഹം ഈ പെണ്ണിനാണോ? എന്റെ ഉമ്മാനെ കാട്ടിയും എന്നോട് സ്നേഹം ഈ പെണ്ണിനാണോ? ഇവനൊരു സംശയം. അങ്ങനെ ആ സംശയം നാൾക്ക് നാൾ വർദ്ധിച്ചു വന്നു. ആ സംശയം കൂട്ടാനുള്ള എല്ലാ പണി ഈ പെണ്ണെടുത്ത്. ഒരു സാങ്കല്പിക കഥയുണ്ടോ? ഇനി ഈ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങുമ്പോ വന്ന് ചോദിക്കരുത് അതേത് ഹദീസിലാണ്ട, ഏത് ഖുറാനിലാണ്ട. ഹദീസിലും ഖുറാനിലൊന്നല്ല, സാങ്കല്പിക കഥയും. അങ്ങനെ ഈ മകന്റെ സംശയം വളർത്താനുള്ള എല്ലാ പണിയും ഈ പെണ്ണെടുത്തത്രേ. ഒരു ദിവസം ഈ പെണ്ണ് മകനോട് പറഞ്ഞു, ഇക്കാക്ക, പഞ്ചാരയൂർന്ന വിളിയാണ്, ഇക്കാക്ക ഇവിടെ ഉമ്മയില്ലേ? നമുക്ക് നമ്മുടേതായ ഒറ്റക്ക് ആരുമില്ലാണ്ട് നമ്മൾ രണ്ടുപേരും മാത്രമായിട്ടുള്ള ഒരു വീട് വേണ്ടേ? ആ വേണം മോളെ. അപ്പൊ ഈ ഉമ്മ ഒരു ശല്യല്ലേ? ആ മോളെ ശല്യാണ്, എന്താ ചെയ്യാ? പ്രസവിച്ച ഉമ്മയായി പോയില്ലേ, കൊന്നളയാൻ പറ്റുമോ? എന്നാ നമുക്കൊരു കാര്യം ചെയ്യാ, നമുക്ക് വേറെ വീടെടുത്ത് പോയിക്കൂടെ? ശരിയാണല്ലോ മോളെ, നീ പറഞ്ഞത് ശരിയാണല്ലോ, എന്നാ നമുക്ക് വേറെ വീടെടുത്ത് പോവല്ലേ? അപ്പൊ ഇവിടെ ഉമ്മാൻ ആരാ നോക്ക? തള്ള എന്തെങ്കിലും ആവട്ടെ, അതിന്റെ കാര്യം നമ്മൾ ചിന്തിക്കണേ. അതെന്തെങ്കിലും ആവട്ടെ, എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ, നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ആ പെണ്ണിന്റെ സംസാരം കേട്ട് അയാൾ വേറെ വീടെടുത്ത് പോയി. ഒരുപാട് നാള് കഴിഞ്ഞു. ഈ പെണ്ണിന് എന്നിട്ട് ചൊറിച്ചൽ നിന്നിട്ടില്ല അത്രേ. എന്നിട്ട് ഈ പെണ്ണ് ഒരു ദിവസം ചോദിച്ചു, കാക്ക നിങ്ങൾക്ക് എന്നോടാണോ സ്നേഹം? നിങ്ങളുടെ ഉമ്മാനോടാണോ സ്നേഹം? അപ്പോ ഓൻ പറഞ്ഞു, എന്താ ഈ ചോദിക്കണേ നബീസ? എന്താ ഈ ചോദിക്കണേ? എനിക്ക് ബുദ്ധിയില്ലേ? എന്നോട് തന്നെയാണ് സ്നേഹം, യാതൊരു സംശയമില്ല. ഉമ്മാനക്ക് വേണ്ട, ഉമ്മാനെ ഒഴിവാക്കി നമ്മൾ പോകുന്നില്ലേ, പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കണേ? അപ്പൊ പെണ്ണ് പറഞ്ഞു, എന്നാ എനിക്കത് തെളിയിച്ചു തരണം. എങ്ങനെയാ തെളിയിക്കുക? നിങ്ങളുടെ ഉമ്മാനെ നിങ്ങൾ കൊല്ലണം. നിങ്ങളുടെ ഉമ്മാനെ നിങ്ങൾ കൊല്ലണം. കൊന്നിട്ട് ഉമ്മാന്റെ ഹൃദയം എനിക്ക് കാണിച്ചു തരണം. എന്നാ ഞാൻ വിശ്വസിക്കും ഉമ്മാനേക്കാൾ സ്നേഹം നിങ്ങൾക്ക് എന്നോടാണ്. അങ്ങനെ ആ മനുഷ്യൻ പുറപ്പെട്ടു. അങ്ങനെ ആ മനുഷ്യൻ ഉമ്മാൻ ചെറുപ്പത്തിൽ കേട്ട കഥയുണ്ടോ? ഈ കഥ കേട്ടിട്ട് ഞാനൊക്കെ അന്നേരം ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരുപാട് അർത്ഥമുണ്ട് ഈ കഥയിൽ. അങ്ങനെ ഈ മനുഷ്യൻ ഉമ്മാനെ കൊല്ലാൻ പോയി വീട്ടിലേക്ക് കയറുമ്പോ തന്നെ ഉമ്മ, പൊന്നു മോനെ, എത്ര നാളായിടാ നീ പോയിട്ട്? ഇടക്കൊന്ന് ഉമ്മാനെ വന്ന് കാണടാ, നീ ഒന്നും ചെയ്യണ്ട, ഇടക്കൊന്ന് ഉമ്മാനെ വന്നൊന്ന് നോക്കിക്കൂടെ? ഇവിടെ ജീവിച്ചിരിപ്പുണ്ടോന്ന് നോക്കിക്കൂടെ മോനെ? എന്താണടാ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഉമ്മ വെള്ളമൊക്കെ കൊടുത്ത് മോന്റെ തലയിൽ ഇങ്ങനെ തലോടുന്ന സമയത്ത് ഇവൻ അരയുന്ന വാള് വലിച്ചൂടി ഉമ്മാന്റെ തലയും കൊട്ടിയത്.
അരയിൽ ഇങ്ങോട്ട് വാട് വലിച്ചൂരി ഉമ്മാന്റെ തലക്കൊരു കൊട്ടു കൊടുത്തു. ഉമ്മാന്റെ തല അങ്ങോട്ട് തെറിച്ചു കൂടും. അങ്ങനെ ഉമ്മാന്റെ ഹൃദയം ഇവൻ വലിച്ചു പുറത്തെടുത്തു. ഈ ഹൃദയം കണ്ടപ്പോ ഇതിന് സന്തോഷായി. ഇത് കാണുമ്പോ എന്റെ ഭാര്യയ്ക്ക് സന്തോഷാവുമല്ലോ, ഇത് കാണുമ്പോ എന്റെ ഭാര്യയ്ക്ക് സന്തോഷാവുമല്ലോ, ഓക്കെ എന്നോടുള്ള സ്നേഹം വർദ്ധിക്കല്ലോ. അങ്ങനെ ഈ മനുഷ്യൻ ഈ ഹൃദയവുമായി തന്റെ ഭാര്യയുടെ തൃപ്തി നേടാൻ വേണ്ടിയിട്ട് ഓടുമ്പോ ഏതോ ഒരു കല്ലിന് തട്ടിയൊന്ന് വീണു. ഇയാൾ എന്ന് പറഞ്ഞ് കാല് പിടിച്ചു. അപ്പൊ ഈ ഉമ്മാന്റെ ഹൃദയം ചോദിച്ചത്ര, മോനെ നിനക്ക് വേദനിച്ചോടാ, നിനക്ക് പ്രയാസമുണ്ടായോ, ചോര വരുന്നുണ്ടല്ലോ, സാരില്ല കരയണ്ട. അത്രയേ ഉള്ളൂ കഥ ഇവിടെ കഴിഞ്ഞു. പക്ഷേ ഇത് നൽകുന്ന സന്ദേശം ഉണ്ടല്ലോ, ഈ ഒരു കഥ നൽകുന്ന സന്ദേശം ഭാര്യയുടെ തൃപ്തിക്ക് വേണ്ടി വിദ്യാഭ്യാസമില്ലാത്ത നിരക്ഷരയായ തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ കണ്ണുനീരിനെ 1000 തവണ നിറച്ച യുവത്വമേ, നിനക്കുള്ള കഥയാണ്, ഇത് നിനക്കുള്ള ഗുണപാഠമാണ്. അല്ലേ? നീ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പിറകെ നിന്ന് ഉമ്മ വിളിച്ചു, മോനെ മരുന്ന് തീർന്നിട്ടുണ്ട്, ഈ വരുമ്പോ വാങ്ങി. ആ ഉമ്മയുടെ കവിൾ തടത്തിലൂടെ കണ്ണുനീര് ചാലിട്ടൊഴുകി. പൊന്നുമോനെ ചുറ്റിച്ചുളിഞ്ഞ് നിന്റെ ഉമ്മയുടെ കവിൾ തടത്തിലൂടെ ഊർന്നിറങ്ങിയ ആ കണ്ണുനീരിന്റെ ഉപ്പ് ഒരു പക്ഷേ നിന്റെ ഹൃദയത്തെ മാറ്റില്ലായിരിക്കാം. പക്ഷേ ആ കണ്ണുനീരെങ്ങാനും കടലിലുച്ചി വീണാൽ, ആ കണ്ണുനീരിന്റെ ശക്തിയെങ്ങാനും ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു നാടിനെ മുഴുവനും കരിച്ചു കളയാനുള്ള പവർ ഉള്ളതിന്, ഒരു നാടിനെ മുഴുവനും കരിച്ചോ കത്തി കാമ്പളക്കാനുള്ള ശക്തിയുണ്ട് മാതാവിന്റെ ഒരു തുള്ളി കണ്ണുനീരിന്. അതിന്റെ കാരണം എന്താണെന്നറിയോ? ആ മാതാവിന്റെ ഒരു തുള്ളി കണ്ണുനീരെന്ന് പറയുന്നത് ബ്രഹ്മാണ്ഡകടാഹത്തിന്റെ തമ്പുരാനായ, അഖിലാണ്ഡ മണ്ഡലത്തിന്റെ നാഥനായ, സർവചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന അള്ളാഹുവിന്റെ അതൃപ്തിയുടെ വലിയ കേദാരമാണ് ആ ഒരു തുള്ളി കണ്ണുനീര്. ആ കണ്ണുനീര് വീയാൻ നീ കാരണക്കാരനായാൽ എത്ര പാലിയേറ്റീവ് കെയറിലും നീ പ്രവർത്തിച്ചിട്ട് കാര്യമില്ലടാ. ഇല്ല. എത്ര വലിയ സാമൂഹ്യ പ്രവർത്തകരായിട്ടും, എത്ര വലിയ രാഷ്ട്രീയ പ്രവർത്തകനായിട്ടും, എത്ര വലിയ സ്റ്റേജുകളിൽ കയറി നിതാന്തമായി പരിശ്രമിച്ച് പ്രസംഗിച്ച് ആയിരക്കണക്കിന് ആളുകൾക്ക് ഹിദായത്ത് നൽകിയാലും ആ ഉമ്മാന്റെ കവിൾ തടത്തിലൂടെ ഊർന്നിറങ്ങിയ ഒരു തുള്ളി കണ്ണുനീരിന്റെ കറ നിന്റെ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ മായ്ക്കാൻ നിനക്ക് സാധ്യമല്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, വേദഗ്രന്ഥത്തിന്റെ അടിസ്ഥാനപരമായ ഏറ്റവും വലിയ സന്ദേശം അതെന്താണെന്നറിയോ? മാതാ പിതാ ഗുരു ദൈവ. മാതാ ആദ്യം പറഞ്ഞത് മാതാ. ഉമ്മാനെ സ്നേഹിക്കുക, ഉമ്മാനെ അനുസരിക്കുക. എനിക്ക് സംസാരിക്കാനുള്ളത് യുവാക്കളോടാണ്. അല്ലേ? രാത്രി 10 മണിയും 10:30യും കഴിഞ്ഞ് വീട്ടിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോ നിങ്ങളെയും കാത്ത് ഭക്ഷണത്തിന്റെ പാത്രം മേശയിൽ പൊട്ടി നിങ്ങളെയും കാത്ത് താടിക്ക് കൈ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഉമ്മ, ഏടെയാടാ നീ ഇത്രയും നേരം പോയെന്ന് ചോദിക്കുമ്പോ നിനക്കെന്താ അറിഞ്ഞിട്ട് വേണ്ടെന്ന് പറഞ്ഞ് 2 തെറി പറയാതെ, ഉമ്മ ഇനി ഞാൻ ആവർത്തിക്കില്ല ഉമ്മ, ഇതുവരെ ചെയ്തു പോയതിൽ മാപ്പുമ എന്ന് പറയാനുള്ള തന്റെ ഇടം നിനക്കുണ്ടോ? ഉണ്ടോ? കൈവന്തിക്ക് സഹോദരങ്ങളെ, സത്യസന്ധമായി ഉണ്ടോ? ഉമ്മയുടെ വീട്ടിലേക്ക് കടന്നു ചെന്ന് ഉമ്മ ഇതുവരെ ചെയ്തു പോയത് തെറ്റുമ്മ, മാപ്പ് നൽകണം എന്ന് പറയാൻ ഹൃദയം സമ്മതിക്കുന്ന, സത്യസന്ധമായി പറയണം, ഹൃദയം സമ്മതിക്കുന്ന എത്ര പേരുണ്ട് ഈ കൂട്ടത്തില്? കൈബന്ധിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? മനസ്സാക്ഷി സമ്മതിക്കില്ല. ഇല്ല, കൈപൊക്കില്ല നിങ്ങൾ. എനിക്കറിയാം. കാരണം ഒരുപാട് യുവാക്കളെ ഞാൻ ഉപദേശിച്ചിട്ടുണ്ട്. ഒരുപാട് യുവാക്കളെ ഇന്ന് രാവിലെ വരെ തന്റെ ഉപ്പയുമായി പ്രശ്നമുണ്ടായി പിണങ്ങിക്കൊണ്ട് നാട് വിട്ടുപോയി 3 ദിവസം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വന്ന യുവാവിനെ റെയിൽവേ സ്റ്റേഷനിൽ പോയി കൂട്ടാൻ പോയി തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടാക്കി ആ മണിക്കൂർ 20 മിനിറ്റോളം ഞാൻ അവനോട് പറഞ്ഞു, മോനെ നിന്റെ ഉപ്പാന്റെ മുഖത്ത് നോക്കി മാപ്പ് വാപ്പ
എന്ന 2 വാക്ക്, 2 അക്ഷരം, അത് മതി നിന്റെ വാപ്പാന്റെ മനസ്സറിയാൻ, അത് മതി നിന്റെ ഉമ്മാന്റെ മനസ്സറിയാൻ. അത് നിനക്ക് ചെയ്യാൻ സാധിക്കോടാ, അത് നീ ചെയ്യോടാ എന്ന് ആ മണിക്കൂർ 20 മിനിറ്റ് ചോദിച്ചിട്ടും ആ വീട്ടിലേക്ക് കയറി ചെന്നപ്പോ വാപ്പയുടെ മുഖത്ത് നോക്കി ആരടാ നീ എന്ന തരത്തിലുള്ള സംസാരമാണ് എനിക്ക് കേൾക്കാൻ സാധിച്ചത്. 21ാം നൂറ്റാണ്ടിന്റെ യുവത്വത്തിന്റെ ശാപം. സഹോദരങ്ങളെ, അരുത് അരുത്. എന്റെ ഹൃദയത്തെ ഇന്നേ ദിവസം ഒരുപാട് മതിച്ച ഒരു വിഷയമാണിത്, ഒരുപാട് അലട്ടിയ ഒരു വിഷയമാണിത്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാനിത് പറയുന്നത്. ഉമ്മയാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പത്ത്, ബാപ്പയാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പത്ത്. അല്ലാതെ മറ്റൊന്നുമില്ല. അവരെ വെറുത്തുകൊണ്ട് ഒരു ജീവിതം ഇല്ല. അത് കരപ്പിടിക്കില്ല, അത് കരപ്പിടിക്കില്ല. വല്ലാഹി സത്യം, ഈ ദുനിയാവിൽ വെച്ച് തന്നെ അനുഭവിക്കേണ്ടി വരും. മഞ്ചേരിയിൽ എനിക്കൊരാളെ അറിയാം, മഞ്ചേരിയിൽ ഒരു മനുഷ്യനെ എനിക്കറിയാം. ആ മനുഷ്യൻ ആളുകളുടെ മുന്നിൽ സ്റ്റാറ്റസോടുകൂടി ജീവിച്ചിരുന്ന വൈറ്റ് കോളർ ജീവനക്കാരനായ ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ വീടിന്റെ പുറത്തുകൂടെ നടന്നു പോകുമ്പോ ഏങ്ങിയുള്ള ഒരു കരച്ചിലാണ് ഇന്ന് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുക. അതിന്റെ പിന്നിലൊരു കഥയുണ്ട്, അതിന്റെ പിന്നിലൊരു പശ്ചാത്തലുണ്ട്. എന്താണെന്നറിയോ? ഒരു ദിവസം ഈ മനുഷ്യന്റെ ഭാര്യ ഇയാളോട് പറഞ്ഞു, ഈ വീട്ടിലെ എനിക്ക് മാത്രം ഇരിക്കാൻ ചെയർ വേണം. പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഓരോ സ്വഭാവമാണ് അല്ലെ, അങ്ങനെ ഓരോ സ്വഭാവമാണ് പെണ്ണുങ്ങൾക്ക്. വളരെ വിചിത്രമായ ആഗ്രഹങ്ങളൊക്കെ തോന്നും. ഇനി ഈ മനുഷ്യനോട് പറഞ്ഞു, എനിക്ക് മാത്രം ഇരിക്കാനുള്ള ഒരു ചെയർ വേണം, അതിൽ വേറെ ആരും ഇരിക്കാൻ പാടില്ല. അങ്ങനെ ആ ചെയർ വാങ്ങിച്ചു കൊടുത്തു. ഒരുപാട് കാലം കഴിഞ്ഞു ഉമ്മ അവിടെ ഇരിക്കാൻ തുടങ്ങി. ഉമ്മ ആ ചെയറിൽ ഇരിക്കാൻ തുടങ്ങി. ഇവൾക്കത് പിടിച്ചില്ല. ദിവസവും ഇയാൾ വരുമ്പോ പരാതി പറയാൻ തുടങ്ങി. അങ്ങനെ ഉമ്മാനോട് ഇയാൾക്ക് വെറുത്തു. ഉമ്മാനെ വേണ്ടാണ്ടായി, വെറുത്തു. ഉമ്മാനെ ചിന്തിക്കുമ്പോ തന്നെ അയാൾക്ക് ബ്ലഡ് പ്രഷർ കൂടും. അങ്ങനെ ഒരു ദിവസം ഈ മനുഷ്യൻ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഉമ്മ ആ ചെയറിലിങ്ങനെ ഇരിക്കുക. ഇയാൾ എന്താ ചെയ്താറിയോ? കാട്ടാടനെ പോലെ, കാട്ടുപന്നിയെ പോലെ, വിരളി പിടിച്ച കാട്ടുപന്നിയെ പോലെ വീടിന്റെ ഗ്രില്ല് തുറന്നകത്തേക്ക് കയറി ആ ഉമ്മാന്റെ പള്ളക്ക് ചവിട്ടി. ഏതൊരു വയറ്റിലാണോ 10 മാസവും 9 മാസവും ചില്ലറ ദിവസവും അവൻ ചുരുണ്ടുകൂടി കിടന്നത്, ആ ഉമ്മാന്റെ വയറ്റിലേക്ക് കണ്ണിൽ ചോരയില്ലാതെ ഈ ശൗത്താൻ ചവിട്ടി. ഉമ്മ ചിരിച്ചുകൂടൂ. അന്നേരം ആ ഉമ്മാന്റെ വായിൽ നിന്ന് ഒരു വാക്ക് വന്നു. എന്താണെന്നറിയോ? മോനെ, എന്തൊരു ശക്തിയാടാ നിന്റെ കാലിന്, എന്തൊരു ശക്തിയാടാ നിന്റെ കാലിന്. ആ ഉമ്മ കരഞ്ഞുകൊണ്ട് അത് മാത്രമേ പറഞ്ഞുള്ളൂ. കുറച്ച് ദിവസം കഴിഞ്ഞ് ഉമ്മ മരിച്ചുപോയി. ആരോടും പരാതി പറഞ്ഞില്ല, ശപിച്ചില്ല. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് ആ മനുഷ്യൻ നഖം വെട്ടുന്ന സമയത്ത് കുറച്ചൊന്ന് കയറ്റി വെട്ടി. പഴുത്തു, നീരായി, പഴുപ്പ് കൂടി, കാല് മുട്ടുവരെ മുറിച്ചു, തൊടവരെ മുറിച്ചു. പഴുപ്പ് ഡയഫ്രത്തിലേക്കും അവിടുന്ന് അങ്ങോട്ട് മുറിച്ചു മാറ്റാൻ കഴിയാത്ത സ്ഥലങ്ങളിലേക്ക് പടർന്നു. ഇന്ന് ആ മനുഷ്യൻ ആ പഴുപ്പിന്റെ ക്യാൻസറിന്റെ അതേ തരത്തിലുള്ള വേദനയുമായി തന്റെ ഭാര്യ ഉപേക്ഷിച്ചു പോയി. ഏതൊരു ഭാര്യയ്ക്ക് വേണ്ടിയാണോ തന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിന്റെ സ്ഥലത്തേക്ക് ചവിട്ടിയത്, ആ ഭാര്യ തിരിച്ചുപോയി, ഉമ്മ മരിച്ചുപോയി. ഇവൻ ഇന്ന് ആ വീടിന്റെ അകത്തളങ്ങളിൽ ഒറ്റക്ക് കിടന്നുകൊണ്ട് കരയ. അള്ളാന്റെ ശിക്ഷ. ഈ ദുനിയാവിൽ നിന്ന് പടച്ച തമ്പുരാൻ അവരെ കാണിച്ചു കൊടുത്ത ശിക്ഷ. സഹോദരങ്ങളെ, ഉമ്മാന്റെ വില, കണ്ണിന്റെ വില നഷ്ടപ്പെട്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന്റെ മുന്നേ എന്റെ ഉമ്മ 3-4 തവണ എന്റെ ഫോണിലേക്ക് വിളിക്കും. ലോകത്ത് മറ്റൊരാൾ വിളിക്കില്ല, ലോകത്ത് മറ്റൊരാൾ എന്റെ ഫോണിലേക്ക് വിളിക്കില്ല. പക്ഷെ എന്റെ ഉമ്മ വിളിക്കും. ഓരോ ഭക്ഷണത്തിന്റെ നേരവും കോളേജിലാകുന്ന സമയത്ത് എന്റെ ഉമ്മ എന്നെ വിളിച്ച് ചോദിക്കും, മോനെ ചോറ് കഴിച്ചോ, ചായ കുടിച്ചോ, നാസ്ത കഴിച്ചോ, രാത്രി ഭക്ഷണം കഴിച്ചോ? എന്തേ ഞാൻ തിന്നിട്ടില്ലെങ്കിൽ എന്റെ ഉമ്മാന്റെ വയറ് നിറയില്ലേ? ഇല്ല. ഉമ്മ വിശന്നാലും എന്റെ വയറ് നിറഞ്ഞാലേ ഉമ്മാന്റെ മനസ്സ് നിറയുള്ളൂ. അതാണ് ഉമ്മ. ഞാനൊരു ആക്സിഡന്റായി ഒന്നിനും പറ്റാത്ത അവസ്ഥയിൽ ഞാൻ കിടന്നുപോയാൽ കിടക്കുന്ന കിടപ്പിൽ തന്നെ ഒക്കെ വിസർജിക്കുകയും കാഷ്ടിക്കുകയും മൂത്രിക്കുകയും തുപ്പുകയും ഛർദ്ദിക്കുകയൊക്കെ ചെയ്താൽ എന്റെ മുറിയിലേക്ക് ഈ ഭൂമി മലയാളത്തിന് മുകളിൽ 2 ആള് മാത്രമേ കടന്നു വരുള്ളൂ.
ഈ ഭൂമി മലയാളത്തിൽ എന്റെ മുറിയിലേക്ക് അറപ്പും വെറുപ്പുമില്ലാതെ കടന്നു വരുന്ന രണ്ടേ രണ്ടാള്. അതിൽ ഒന്നാമത്തേത് എന്റെ ഉമ്മയാണ്, എന്റെ മാതാവാണ്. രണ്ടാമത്തേത് നല്ലവളാണെങ്കിൽ മാത്രം, അവിടെ നിബന്ധനയുണ്ട്, നല്ലവളാണെങ്കിൽ മാത്രം എന്റെ ഭാര്യയാണ്. ആലോചിച്ചു നോക്ക്. ഞാൻ തിരിച്ചു പോകുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് സംഭവിച്ച് ആ വാർത്ത എന്റെ കുടുംബത്തിലേക്ക് എത്തിയാൽ അല്ലാഹ് എന്ന് പറഞ്ഞ് ആദ്യം നെഞ്ചത്ത് കൈവെക്കുക. എന്റെ ഉമ്മയാണ്, എന്റെ കാമുകിയല്ല. വിവരങ്ങളെ ആ ഉമ്മാന്റെ വില മനസ്സിലാക്കണം. ഇന്ന് രാത്രി വീട്ടിലേക്ക് തിരിച്ചുപോയി ഉമ്മയുമായി എന്തെങ്കിലും ഒരടക്കുണ്ടെങ്കിൽ, ഞാൻ സംസാരിക്കുന്നത് 20-നും 40-നും ഇടയിലുള്ള യുവാക്കളോടാണ്. 20-നും 40-നും ഇടയിലുള്ള യുവാക്കളോട്. അവരാണ് ഉമ്മയെ തീറ്റിക്കുന്നതിൽ ഏറ്റവും മുഖ്യ പങ്കാളികൾ. ഇന്ന് രാത്രി വീട്ടിലേക്ക് തിരിച്ചുപോയി കെട്ടിപ്പിടിച്ച് ഉമ്മാനോട് പറയുന്നു, അതിനെന്താ നാണം? ചിലപ്പോ ഉമ്മ എന്താണ് നീ കളിക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ, പക്ഷേ ആ ഉമ്മാന്റെ മനസ്സിലുണ്ടാകുന്ന സമാധാനം എത്രയാണെന്നറിയോ? പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇന്ന് രാത്രി വീട്ടിലേക്ക് തിരിച്ചുപോയി ഉമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട്, ഉമ്മ ഇതുവരെ ചെയ്തു പോയത് തെറ്റ്, ഉമ്മാനോട് ഒരുപാട് കയറ്റി സംസാരിച്ചിട്ടുണ്ട്, അതൊന്നും ഉമ്മാന്റെ മനസ്സിലും വെക്കരുത്. സഹോദരങ്ങളെ, ആയിരക്കണക്കിന് ആളുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ഉമ്മാന്റെ പ്രാർത്ഥന, അല്ലാഹ് എന്റെ മോന്, റബ്ബേ എന്റെ മോന്, ആ മോൻ എനിക്ക് വേണ്ടി ചെയ്തത് നീ കണ്ടല്ലോ റബ്ബേ, മതി, ഒന്നും വേണ്ട, വേറെ ഒന്നും ആവശ്യമില്ല, അത് മാത്രം മതി ജീവിതത്തിൽ ഒരു വലിയ നിധിയായി നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാം. ആ ഉമ്മാന്റെ ഒരൊറ്റ പ്രാർത്ഥന, റബ്ബേ എന്റെ മകൻ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഉമ്മാന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീണാൽ ആ സ്നേഹത്തിന്റെ കണ്ണുനീരിന് പൊന്നു മക്കളെ $1000 പവറുണ്ട്, ഒരുപാട് വലിയ പവറുണ്ട്. അത് മനസ്സിലാക്കുക, ആ ഒരു തുള്ളിക്ക് വേണ്ടി പ്രയത്നിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതേപോലെ എനിക്ക് കൂട്ടത്തിലിരിക്കുന്ന മാതാപിതാക്കളോട് കുറിച്ച് പറയാനുണ്ട്. പിതാക്കളോടും ഞാൻ സംസാരിക്കുന്നത് മുസ്ലിങ്ങളോടല്ല, മനുഷ്യരോടാണ്. ഈ അടുത്തായി ഞാനൊരു വീട്ടിൽ പോയപ്പോ അവിടെയുള്ള പരാതി, നിങ്ങളുടെ മതത്തില്, എന്റെ ഒരു സുഹൃത്താണ്, എന്റെ വാപ്പാന്റെ ഒരു സുഹൃത്താണ്, അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളുടെ മതത്തിൽ മാതാപിതാക്കളെ കുറിച്ച് നല്ലോണം പഠിപ്പിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളൊക്കെ നല്ല ആള്, പക്ഷെ ഞങ്ങളുടെ മതത്തിൽ അങ്ങനെയുള്ള